ഈ പറയുന്ന ദളിത് ജാതിയിലുള്ള ഒരു ഓഫീസറെ സല്യൂട്ട് അടിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. എത്രയോ ഇൻസിഡന്റുകൾ എത്രയോ പേരെന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ്, IAS അവർക്ക് സാറിന് വിളിക്കാൻ. കാരണം ജാതി മോശമല്ലേ, ഏറ്റവും മോശമായ ജാതിയല്ലയോ. ഇതാണ് ഇന്ത്യയുടെ സിസ്റ്റം, ഇതാണ് ഇന്ത്യയുടെ സിസ്റ്റം. ഈ സിസ്റ്റമാണ് പൊളിയേണ്ടത്. ഗവായിയെ ഷൂ എടുത്തെറിഞ്ഞതും ഇത് തന്നെയാണ് കാര്യം. അല്ലെ വേറെന്ത് കുന്തോ? ഇപ്പോഴാണ് ഗവായി വളരെ ഷോക്കിംഗ് ആയിപ്പോയി. ഇതാണ് റീസൺ. എന്നിട്ട് അതിനെപ്പറ്റി അദ്ദേഹം ഭാര്യ കംപ്ലൈൻറ്റ് കൊടുത്തു. കാരണം അവരോട് പറഞ്ഞത് ഈ ജാതീയ പ്രശ്നമായിട്ട് അയാളെ പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്യുവായിരുന്നു. അപ്പം അവർ കൃത്യമായിട്ട് ആരുടെയൊക്കെ പേര് വെച്ച് കൃത്യമായിട്ട് കംപ്ലൈൻറ്റ്, അതിൻ്റെ അകത്ത് പല ആൾക്കാരുടെയും പേര് വെട്ടിയിട്ട് FIR ചെയ്തു. അവിടെയും ഗതി കള്ളത്തരവും കപടതയും കാണിക്കുക. അതായത് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ജാതീയ പ്രശ്നം ഉണ്ടാക്കുന്നവരെ നല്ല രീതിയിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഇത് പിന്നെ പബ്ലിക്ക് കാണിക്കാൻ പേടി, ഓഫീസുകളിൽ കാണിക്കാൻ പേടിക്കും. ഇതാണ് അതിൻ്റെ ഇഷ്യൂ, ഇതാണ് യഥാർത്ഥ ഇഷ്യൂ. ഇതുകൊണ്ട് തന്നെയാണ് പല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഇതൊക്കെ മടുത്തിട്ട് ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടങ്ങ് പോയി. അവർക്കൊരു യൂണിറ്റി ഉണ്ട്. അവർക്ക് അംബേദ്കർ എന്നും ഭീമെന്നൊന്നും പറയുന്നവരെ ഇവിടുത്തെ ഉന്നത ജാതിക്കാർ പലർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടുക. അവരെ തീവ്രവാദികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. നിങ്ങൾ ഇതിൻ്റെ ഡീപ്പായിട്ട് ഇന്ത്യയിലെ ജാതീയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും നിൽക്കാൻ പോകുന്നില്ല. പക്ഷെ ഇത് നിൽക്കാതിരുന്നാൽ ഒരു കാര്യം ഞാൻ തീർത്തും പറയാം, ഇന്ത്യയിലുള്ള വലിയ വിഭാഗം ഈ പറയുന്ന ദളിറ്റ്സും ആദിവാസികളും കൺവേർട്ട് ചെയ്യും.